ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഗെയിം ഉണ്ടാക്കുക, പിന്നെ അത് പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്ത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പണം നേടുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഒന്നും തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. നമ്മൾ ജസ്റ്റ് appgeezer.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അവിടെ തന്നെ നമ്മൾക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗെയിം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ള എല്ലാ ട്യൂട്ടോറിയൽസും ഇവിടെ ലഭ്യമാണ്. ഫോട്ടോ എഡിറ്റർ, വീഡിയോ പ്ലെയർ, മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ, ഓഡിയോ പ്ലെയർ തുടങ്ങിയ എല്ലാത്തരം ആപ്ലിക്കേഷനും ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. appgeezer.com എത്തിയതിന് ശേഷം റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ക്രിയേറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുക. അതിനുശേഷം എന്ത് തരം ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ തന്നെ കാണൂ ഗൈസ്, ഏതൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. വേണമെങ്കിൽ ബിസിനസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മറ്റൊരാളുടെയും സഹായം കൂടാതെ ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഗെയിം മേക്കർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗെയിംസും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം എന്ത് തരം ഗെയിമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ ഗൈസ്, സോ ഞാനിപ്പം ഒരു ഗെയിം എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിക്കാം. കൂടെ അതെങ്ങനെ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുമെന്നും കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ഗെയിം ആയിട്ടുള്ള ഫ്ലാപ്പി ഗെയിമാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഫ്ലാപ്പി ബേർഡ് ഗെയിം എന്താണെന്ന് അവർ നമുക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നു. അതിനുശേഷം നമ്മുടെ ഗെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലേ ഔട്ട് എന്ത് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഗെയിമിൽ അവൈലബിൾ ആയിട്ടുള്ള ബേർഡിനെ സെലക്ട് ചെയ്യുക. അതും വേണമെങ്കിൽ നമുക്ക് കസ്റ്റം കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ഗെയിമിൻ്റെ പേഴ്സണലൈസേഷൻസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഗെയിമിനൊരു പേര് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് തന്നെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലാപ്പി ബേർഡ് എന്ന് തന്നെ കൊടുക്കുകയാണ്. വേണമെങ്കിൽ പിന്നെ ഗെയിമിന് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാം ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല പ്രത്യേകിച്ച്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കൺ നിങ്ങളുടെ ഗെയിമിന് കൊടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ക്രിയേറ്റ് ബട്ടൺ കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഗെയിം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആകും. പിന്നെ ഫോൺ നമ്പറും പേരും പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മുടെ ഗെയിം നമുക്ക് പബ്ലിഷ് ചെയ്യാം ഗൈസ്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്.
ഇനിയിപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ APK ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിലെ ആ ഡൗൺ ആരോ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിൻ്റെ APK ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതാണ്. വേണമെങ്കിൽ ഇനി അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ കളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക് കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ള വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി നമ്മുടെ ഗെയിം ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം. പിന്നെ ഗൈസ്, നമ്മുടെ ഗെയിം പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2000 രൂപ അടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. മറ്റു വെബ്സൈറ്റുകളിലൊക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഗെയിം മോണിറ്റൈസ് ചെയ്യണം. സോ ഓപ്ഷൻസിൽ നിന്ന് മോണിറ്റൈസ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് യുവർ ആപ്പ് ആൻഡ് ക്രിയേറ്റ് ആഡ് യൂണിറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ 2 കോളംസ് അവൈലബിൾ ആണ്. യുവർ ബാനർ ID പിന്നെ ഇൻഡസ്ട്രീഷ്യൽ ID. ഇത് രണ്ടും ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ മോബാഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എത്ര പൈസ ലഭിക്കുമെന്നും പിന്നെ നമുക്ക് ഏതൊക്കെ ആഡ്സാണ് നമ്മുടെ ഗെയിമിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നും ഒക്കെ. സോ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഗൈസ്. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. പിന്നെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്, അതൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൊറോണയൊക്കെ കാരണം എല്ലാവരും വീട്ടിലല്ലേ ഗൈസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും നെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നെറ്റൊക്കെ ഭയങ്കര സ്ലോ ആണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാനല്ലേ, അതുകൊണ്ട് നോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് തരം ആപ്ലിക്കേഷനാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് ഗെയിംസിനും അല്ലെങ്കിൽ iOS ഗെയിംസിനും ആഡ്സ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും ഗൈസ്. നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഗെയിംസ് ആയതുകൊണ്ട് ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് ആഡ് യൂണിറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇൻഡസ്ട്രീഷ്യൽ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ യൂണിറ്റിന് ഒരു പേര് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ക്രിയേറ്റ് ആഡ് യൂണിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന 2 കോഡുകളും മുമ്പ് നമ്മൾ ഫിൽ ചെയ്യാൻ വിട്ടിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക.
സോ ഗൈസ് രണ്ടാമത്തെ കോഡും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സേവ് ആഡ് യൂണിറ്റ് കൊടുക്കുക. നമുക്ക് ഇവിടെ തന്നെ ആഡ്സിന് ടൈമറും പ്രോബബിലിറ്റിയും ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ നിങ്ങളുടെ ആപ്സ് ഏതെങ്കിലും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഗൂഗിൾ വഴി റിവാർഡ്സ് ഒക്കെ ലഭിച്ച് തുടങ്ങും ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാം ഗൈസ്. സോ അതിനു വേണ്ടി ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഗൈസ് ഇപ്പം നമ്മുടെ ഗെയിം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ചെയ്യാൻ നമ്മളെ സഹായിച്ചത് ആരിഫാണ്. സോ അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ഗൈസ്. അതുവരേക്കും ഗുഡ് ബൈ. ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ, പ്രസ് ദ ബെൽ ഐക്കൺ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.